അന്ന് ജൂലൈ 3, 2022. ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന സിറ്റിയിൽ നേരം പുലർച്ചെ 2 മണിയായിട്ടുണ്ടാകും. 30 വയസ്സുള്ള അനൂപ് എന്ന പേരുള്ള ചെറുപ്പക്കാരൻ അവന്റെ ബെഡ്റൂമിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവന്റെ റൂമിന്റെ കതക് കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടാ ഏട്ടാ എന്ന് അവൾ വിളിച്ച് കരയുന്നുണ്ട്. അവൻ ഉറക്കിൽ നിന്നും പെട്ടെന്ന് ഉണരാൻ ശ്രമിക്കുന്നുണ്ട്. ഉണർന്ന അവൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് പെട്ടെന്ന് പോയി വാതിൽ തുറക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ 25 വയസ്സുള്ള തന്റെ അനിയത്തി കോമൾ. അവൾ വിറച്ച് വിറച്ച് ഞെട്ടി നിൽക്കുകയാണ്. അവളുടെ മുഖമെല്ലാം വീർത്തൊലിക്കുന്നുണ്ട്. കയ്യിൽ നിന്നും ചോര വരുന്നുണ്ട്. അവൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അവൾ വിറച്ച് വിറച്ച് പറയാൻ കഴിയാതെ പറയുന്നത് കേട്ട് അവൻ ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു റൂമിലേക്ക് പോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ 61 വയസ്സുള്ള തന്റെ അച്ഛൻ മുന്നലാൽ ഗുപ്ത കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കഴുത്തറുക്കപ്പെട്ട് കണ്ണുകൾ തള്ളി ക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ കട്ടിലിൽ 58 വയസ്സുള്ള തന്റെ അമ്മ രാജദേവി സമാനമായ രീതിയിൽ കഴുത്തുകളറുക്കപ്പെട്ട് കിടക്കുകയാണ്. ഇത് കണ്ടവൻ ഞെട്ടി നിൽക്കുകയാണ്. പുറകെ വന്ന തന്റെ അനിയത്തി കോമൾ പോലീസിനെ വിളിക്കുകയാണ്. കുറച്ചു സമയത്തിനകം അവിടെ വന്ന പോലീസ് ബോഡീസ് ഓട്ടോപ്സി ചെയ്യുന്നതിനായി അയക്കുന്നു. ക്രൈം സീൻ സെക്യൂർ ചെയ്തിട്ട് ആ വീട് മുഴുവൻ സെർച്ച് ചെയ്യാനും ആരംഭിച്ചു. അപ്പോഴാണ് മരിച്ചുപോയ ആ വിക്ടിംസിന്റെ മുറിയിൽ പണവും സ്വർണവും മോഷണം പോയിട്ടുണ്ട് എന്നതും. പിന്നീട് മുകളിലെ അനൂപിന്റെ റൂമിലേക്ക് പോയ പോലീസ് അവിടെ സ്ട്രേഞ്ച് ആയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ആ വീട് മുഴുവൻ നോക്കിയ പോലീസ് ആ വീടിന്റെ മെയിൻ ഡോറിന്റെ ചാവി ആ ഡോറിൽ തന്നെയാണുള്ളത് എന്ന് ശ്രദ്ധിക്കുന്നു. വിച്ച് മീൻസ് നൈറ്റ് ഉറങ്ങുമ്പോൾ കതക് ലോക്ക് ചെയ്യാതെ ഇവർ ഉറങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് മുട്ടിയത് കൊണ്ട് ഇവർ കതക് തുറന്നിട്ടുണ്ടാവാം. ഇങ്ങനെയെല്ലാം ഗസ് ചെയ്ത പോലീസ് അങ്ങനെ നോക്കിയാൽ അനൂപിന്റെ ഫാമിലിക്ക് നന്നായി അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ അവിടെ ഉണ്ടായിരുന്ന അനൂപിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കൊലപാതകം ആരെങ്കിലും ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. പോലീസ് അങ്ങനെ ചോദിച്ച ഉടനെ അനൂപ് കുറച്ചുപോലും ആലോചിക്കാതെ ഉണ്ട് സാർ, എന്റെ ഭാര്യയ്ക്ക് 2 ഏട്ടന്മാരുണ്ട്, ഇത് അവർ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അനൂപ് പറഞ്ഞു തുടങ്ങുന്നത്. സർ, കഴിഞ്ഞ വർഷമാണ് എന്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹത്തോടെ സോണിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചിരുന്നത്. അവളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അവൾ കുറച്ച് മനോനില ശരിയല്ലാത്ത പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിനെപ്പറ്റി അവളുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായി അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ തന്നെ സോണികയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കി. പിന്നീട് ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും അവളുടെ 2 ഏട്ടന്മാരും 50 ലക്ഷം രൂപ തന്നാൽ മാത്രമേ സോണിക ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞു. അതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും അവർ വീട്ടിലേക്ക് വരികയും അതുപോലെ തന്നെ എന്റെ പാരന്റ്സിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സർ, എന്റെ അച്ഛനും അമ്മയും എന്റെ അനിയത്തി കോമലിനെ നല്ലൊരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് അയക്കണമെന്ന് കരുതി കുറച്ച് പണവും സ്വർണവും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പൊ ആ സ്വർണവും പണവും എല്ലാം പോയത് കാണുമ്പോൾ അവർ തന്നെ ആയിരിക്കും പണത്തിന് ആഗ്രഹിച്ച് എന്റെ പാരന്റ്സിനെ കൊന്ന് ആ പണം എടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അനൂപ് ഇതെല്ലാം പോലീസിന്റെ അടുത്ത് പറയുന്നത് കേട്ട അവന്റെ അനിയത്തി കോമൾ, അതേ സർ, എനിക്കും അത് ഏട്ടത്തിയുടെ ഏട്ടന്മാരെ പോലെ തന്നെയാണ് തോന്നിയതെന്ന് പറയുന്നു. ഇത് കേട്ട പോലീസ് കോമളിന്റെ അടുത്ത് അപ്പോ നിങ്ങൾ അവരെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് കോമൾ തലേ ദിവസം ഉണ്ടായ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയാൻ തുടങ്ങുന്നത്. എപ്പോഴത്തെയും പോലെ കോമൾ അവളുടെ റൂമിൽ പോയി കിടക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ അലറുന്ന ശബ്ദം കേട്ട് അവൾ എണീറ്റ് വന്ന് അലറുന്ന ശബ്ദം എവിടുന്നാന്ന് നോക്കുമ്പോൾ അത് അവളുടെ അച്ഛന്റെ അമ്മയുടെയും റൂമിൽ നിന്നായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്നത് 3 പേരെയാണ്. 3 പേരും കർച്ചീഫ് കൊണ്ട് മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ അച്ഛന്റെ കഴുത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്, മറ്റൊരാൾ അമ്മയുടെ കൈകാലുകൾ കൂട്ടി കെട്ടുന്നുണ്ട്, മറ്റൊരാൾ അലമാറയും എല്ലായിടവും തിരയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓടി വന്ന് അവള് ആരാടാ നിങ്ങളൊക്കെ, എന്താടാ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അവരെ തടയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൾക്കതിന് കഴിയുന്നില്ല. ആ 3ാമത്തെ ആൾ അയാളുടെ പോക്കറ്റിൽ നിന്നും കത്തിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെ വരയുകയാണ്. ശേഷം ബാക്കിലൂടെ വന്ന് അവളുടെ കഴുത്തിൽ പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ അച്ഛനെയും അമ്മയെയും അവർ 2 പേരും കൂടെ കഴുത്തറുത്ത് കൊന്നുകളയാണ്. ചോരയിൽ കിടന്ന് പിടയ്ക്കുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയും അവൾക്ക് കാണേണ്ടി വരികയാണ്. അതിനുശേഷം അച്ഛനെയും അമ്മയെയും കൊന്ന ആ 2 പേരും ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പണവും സ്വർണവും എല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. 3ാമതായി അവളെ പിടിച്ചിരിക്കുന്ന ആള് പറയാണ്, നീ മര്യാദയ്ക്ക് അത് പറഞ്ഞു, ഇത് പറയാത്തത് കൊണ്ടാണ് നിന്റെ അച്ഛനെയും അമ്മയെയും ഇത്രയും ക്രൂരമായി കൊന്നു കളഞ്ഞത് എന്ന് പറയാം. അവള് പേടിക്കുകയാണ്. പെട്ടെന്ന് അവള് ഏത് ലോക്കറിലാണ് അവളുടെ അച്ഛനും അമ്മയും സ്വർണവും പണവും വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രവുമല്ല ആ ലോക്കറിന്റെ കീ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നും അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവരത് എടുക്കുന്ന സമയത്ത് അവൾ ഓരോന്ന് ചിന്തിക്കുകയാണ്. കാരണം അവൾ ഇവരെ കണ്ടു കഴിഞ്ഞു. ഇനി എന്തായാലും അവളെയും ഇവർ വെറുതെ വിടില്ല എന്ന് ചിന്തിച്ച അവളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവളെ പിടിച്ചു നിൽക്കുന്നവന്റെ കൈകൾ തട്ടിമാറ്റി പെട്ടെന്ന് കണ്ണടയ്ക്കുന്ന നേരത്തിനുള്ളിൽ അവളുടെ റൂമിലേക്ക് ഓടിക്കയറി ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാണ്. ഈ റോബേഴ്സ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് അവർ റൂമിൽ വന്ന് മുട്ടുകയാണ്. എന്നാൽ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല, കാരണം അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരവിടുന്ന് സ്വർണവും പണവും എല്ലാം എടുത്ത് പോവുകയാണ്. എന്നാൽ അവർ പോയോ എന്ന് കോമലിന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ റൂമിൽ തന്നെ പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ്.
കണ്ണിന്റെ മുന്നിൽ നിന്നാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ മെല്ലെ കഥക് തുറന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ സീൻ നടക്കുന്നത്. സോ ഇത് കേട്ട പോലീസ് സോണികയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. അവളുടെ 2 ചേട്ടന്മാരും ശരിയാണ് സർ, അനൂപ് പറഞ്ഞിരുന്നതെല്ലാം ശരിയാണ്, പക്ഷെ പണത്തിന് വേണ്ടി 2 പേരെ കൊല്ലാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല സർ. മാത്രവുമല്ല കൊല നടന്ന അന്ന് ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. സോ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ കൊല നടന്ന അന്ന് അവരുടെ 2 പേരുടെയും സെൽഫോൺ അവരുടെ വീട് നിൽക്കുന്ന അതേ ടവറിൽ തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. മാത്രമല്ല അവരുടെ CCTV ചെക്ക് ചെയ്യുമ്പോൾ രാത്രി 10 മണിക്ക് പുറത്തുപോയി തിരിച്ചു വന്ന അവർ 2 പേരും പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് പുറത്തു പോകുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇത് കണ്ട പോലീസ് ആകെ കൺഫ്യൂഷൻ ആകുന്നു. എന്താടാ ഇത്, ഇപ്പോ ഈ കേസ് തീരാൻ പോവാണെന്ന് കരുതിയ വീണ്ടും ഇത് ആദ്യം മുതൽ ആരംഭിക്കുകയാണല്ലോ എന്ന് കൺഫ്യൂസ് ആയി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് പോലീസിന്റെ ശ്രദ്ധ വീണ്ടും അവരെ ദിശ തിരുപ്പിവിട്ട അനൂപിലേക്ക് പോകുന്നു. കാരണം അനൂപിന്റെ റൂമിൽ കണ്ട ആ സ്ട്രേഞ്ച് ആയ കാര്യം തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ അവർ കണ്ടത് ആരോ വൊമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളാണ്. അങ്ങനെ അനൂപിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് പോലീസ് മറ്റൊരു CCTV ഫുട്ടേജസ് കാണാനിടയാകുന്നത്. കൊല നടന്ന വീട്ടിൽ CCTV ഇല്ലാത്തതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള വീടിന്റെ CCTV ആയിരുന്നു ഇവർ കണ്ടുകൊണ്ടിരുന്നത്. സോ ആ സമയത്ത് ഇവർ കാണുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള മനുഷ്യൻ ഒരു ഹുഡി എല്ലാം ഇട്ട് അതുപോലെ തന്നെ മുഖം കർച്ചീഫ് കൊണ്ട് മൂടി ഒരാൾ അനൂപിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. അയാൾ കൃത്യം 1 മണിക്കൂറിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ പോയതുപോലെ വെറും കൈ വീശി ആയിരുന്നില്ല അയാൾ പുറത്തേക്ക് വന്നത്, കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. സോ പോലീസ് ഇതിലെല്ലാം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന അതേ സമയത്താണ് ഡോക്ടേഴ്സ് കൊടുത്ത ഇവരുടെ പാരന്റ്സിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിന്നും ഷോക്കിംഗ് ആയ മറ്റൊരു കാര്യം കൂടെ നോട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇവർ മരിച്ചത് കഴുത്തുകൾ അറുക്കപ്പെട്ടിട്ടാണ് എങ്കിൽ കൂടി ഇവർ മരിക്കുന്നതിന് മുൻപേ ഇവരുടെ ഫുഡിൽ ഉറക്ക ഗുളിക കലർത്തി കൊടുത്തിരുന്നു. അത് മാത്രമല്ല പോലീസ് അനൂപിന്റെ റൂമിൽ നോട്ട് ചെയ്ത ആരോ വൊമിറ്റ് ചെയ്ത് വെച്ച അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതും ഫോറൻസിക് ടീം കളക്ട് ചെയ്തിരുന്നു. അതിലും ഇവരുടെ പാരന്റ്സിന് കൊടുത്ത അതേ ഉറക്ക ഗുളിക കലർത്തിയിരുന്നു. മാത്രമല്ല ഈ ക്രൈം നടന്ന വീട്ടിൽ നിന്നും ഒരാളുടെ ഫിംഗർ പ്രിന്റും സെമനും ഫോറൻസിക് ടീമിനെ ലഭിച്ചിരുന്നു. ഇതെല്ലാം കണ്ട പോലീസ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് അനൂപിന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ചെന്ന് അനൂപിനെ അറസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അല്ല ഫ്രണ്ട്സ്, അവിടെ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അനൂപിന്റെ അനിയത്തിയായിട്ടുള്ള കോമളയാണ്. പോലീസ് ആദ്യം സംശയിച്ചത് അനൂപിനെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് CCTV നോക്കുന്ന പോലീസിന് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവാണ്. കോമൾ പറഞ്ഞതനുസരിച്ച് രാത്രി 1 മണി മുതൽ 1:30 വരെയുള്ള സമയത്താണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. മാത്രവുമല്ല അവൾ പറഞ്ഞത് 3 പേരാണ് കുറ്റവാളികളായി ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ CCTV നോക്കുന്ന പോലീസിന് മനസ്സിലാകുന്നത് രാത്രി 11 മണിക്ക് അനൂപിന്റെ വീട്ടിലേക്ക് ഒരാൾ കയറുന്നുണ്ട്. മാത്രമല്ല അയാൾ തിരിച്ചിറങ്ങുന്നത് 12:12 അത് മാത്രമല്ല പിന്നീട് പോലീസ് വരുന്നത് വരെ മറ്റാരും ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഡോക്ടേഴ്സിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഇവരുടെ പാരന്റ്സ് മരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത് 11-നും 12-നും ഇടയ്ക്കുള്ള സമയമാണ്. സോ ഇത് മനസ്സിലാക്കുന്ന പോലീസിന് കോമൾ പറഞ്ഞത് എല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കുന്നു. സോ അങ്ങനെയാണ് കോമളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവളെ അറസ്റ്റ് ചെയ്ത് അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസ് നിരത്തുന്നു. ആ സമയത്ത് താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കോമൾ അവളുടെ കൺഫെഷൻ പറയുന്നത്. അവളുടെ കൺഫെഷൻ കേട്ട പോലീസ് ഇങ്ങനെയെല്ലാം നന്ദിയില്ലാത്ത ജന്മങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. മാത്രവുമല്ല നോർത്ത് ഇന്ത്യൻ പീപ്പിൾസ് മുഴുവൻ ഇവരുടെ കഥ കേട്ട് ഞെട്ടിപ്പോവുകയാണ്. ഇത്രയെല്ലാം മനസാക്ഷിയില്ലാത്ത മനുഷ്യർ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള അവളുടെ കൺഫെഷൻ എന്താണെന്ന് അറിയും. കോമളിന് ഏകദേശം 21 വയസ്സുണ്ടാകുമ്പോൾ അവളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 24 വയസ്സുള്ള രാഹുൽ എന്ന ചെറുപ്പക്കാരനുമായിട്ട് ആദ്യം സൗഹൃദമായിരുന്നു എങ്കിലും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നു. അങ്ങനെ അവരുടെ പ്രണയബന്ധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിന് മിലിറ്ററിയിൽ ജോബ് കിട്ടുകയും അവൻ ഗോവയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീടും അവർ അവരുടെ പ്രണയബന്ധം ഫോണിലൂടെ നിലനിർത്തുന്നു. ആ സമയത്ത് രാഹുലിനെ കാണാൻ വേണ്ടി ഗോവയിലേക്ക് പോയ രാഹുലിന്റെ അനിയനായിട്ടുള്ള രോഹിത്തിന്റെ അടുത്തേക്ക് കോമളിന് വേണ്ടി ഒരുപാട് ഗിഫ്റ്റ് എല്ലാം വാങ്ങി ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് കോമളിന് കൊടുക്കണം എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ അടുത്ത് കൊടുത്തയക്കുന്നു. എന്നാൽ ഇത് കോമളിന് വന്ന് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് മാത്രമല്ല രോഹിത്തിനെ കൂടെ കോമൾ ഗിഫ്റ്റായി സ്വീകരിക്കുന്നു. ശേഷം അവൾക്ക് തോന്നുമ്പോഴൊക്കെ അവന്റെ കൂടെ ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാഹുൽ ഫോൺ ചെയ്ത് കോമളിന്റെ ചോദിക്കുന്നു, കോമൾ നമുക്ക് കല്യാണം കഴിച്ചാലോ? ആ സമയത്താണ് കോമൾ പറയുന്നത് ഒരു ദിവസം അവൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് രാഹുൽ നമുക്ക് കുടുംബമാകുന്നത് എന്ന്. ആ സമയത്ത് അമ്മ പറഞ്ഞത് അവൻ നിനക്ക് ഏകദേശം ഒരു ഏട്ടൻ മുറയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇത് കോമൾ രാഹുലിനോട് പറയുന്നു. ഇത് കേട്ട രാഹുൽ ഞെട്ടുകയാണ്. നീ എന്തുകൊണ്ടാണ് ഇതെന്റെ അടുത്ത് നേരത്തെ പറയാതിരുന്നത്? ഇനി എങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിക്കുക എന്ന് പറയുന്നു. ആ സമയത്ത് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം കോമൾ രാഹുലിന്റെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ട് രാഹുൽ ഞെട്ടിപ്പോവുകയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇവന്റെ സഹോദരനുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ഇവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്? എങ്കിൽ അല്ല. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ശരിക്കും
ഈ കോമൾ എന്ന് പറയുന്ന വ്യക്തി അനൂപിന്റെ യഥാർത്ഥ പെങ്ങളല്ല. അവളുടെ പാരന്റ്സ് ആയിട്ടുള്ള ഗുപ്തയും രാജദേവിയും അവളുടെ ശരിക്കുള്ള പാരന്റ്സേ അല്ല. ഇത് പറഞ്ഞ് കോമൾ രാഹുലിനടുത്ത് പറയുന്നു, ഇപ്പൊ പറ രാഹുൽ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എനിക്ക് ഏട്ടന്റെ മുറയല്ല വരുന്നത്, സോ നീ വിഷമിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ അവനെ സമാധാനപ്പെടുത്തുകയാണ്. ഇങ്ങനെ സമാധാനമായ അവന്റെ അടുത്ത് മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഇവൾ പറയാണ്, പക്ഷേ എന്റെ ഏട്ടനെയും അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് നീ എനിക്ക് ഏട്ടൻ മുറയായിരിക്കും, സോ അവരെന്തായാലും നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. ഇനി ഞാൻ അവരുടെ വാക്ക് ധിക്കരിച്ച് നിന്നെ കല്യാണം കഴിച്ച അവരുടെ സ്വത്തിൽ നിന്നും കുറച്ചുപോലും എനിക്ക് കിട്ടില്ല. സോ നമുക്ക് കല്യാണം കഴിക്കുകയും വേണം, എന്ന് സന്തോഷമായിട്ട് ഇരിക്കുകയും വേണം. അതിനുവേണ്ടി നീ എന്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും കൊല്ലണം എന്ന് പറയാണ്. ഇത് കേട്ട് നിങ്ങൾ വിചാരിക്കും, അപ്പോ കോമളും രാഹുലും ചേർന്നാണ് ഇത്രയും കൊടൂരമായ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കും. എന്നാ അല്ല ഫ്രണ്ട്സ്, ആ CCTVയിൽ കണ്ടത് രാഹുലിനെ ആയിരുന്നില്ല. കാരണം കോമൾ ഇങ്ങനെ പറഞ്ഞ ഉടനെ രാഹുൽ പറയാണ്, എനിക്ക് ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല എന്ന് പറയാണ്. ഇത് കേട്ട കോമളിന് ദേഷ്യം വരികയാണ്. നമ്മൾ ഇവനെ വെച്ച് പൈസ എല്ലാം അടിക്കാമെന്ന് വിചാരിച്ചാ ഇവന് ഇത്ര പോലും ധൈര്യമില്ലേ എന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം ഇവൾ ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം രോഹിത്തുമായിട്ട് സംസാരിച്ച് നീ എന്റെ ഫാമിലിയെ കൊല്ലാൻ എന്റെ കൂടെ നിൽക്കണം, എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ചേട്ടനെ ഞാൻ കല്യാണം കഴിച്ച് അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ സന്തോഷമായിട്ടിരിക്കാം, അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന പൈസയിൽ നിന്നും നിനക്ക് കുറച്ച് തരാം എന്നെല്ലാം പറയുകയാണ്. ഇതിൽ മതി മറന്നു പോയ രോഹിത് അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ കോമൾ വിളിച്ച് രാഹുലിനോട് കാര്യം പറയാണ്, നീ കൊല്ലൊന്നും വേണ്ട, നിന്റെ അനിയൻ കൊന്നോളും, പകരം അവന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അവൻ ജോലിക്ക് പോയാ രോഹിത്തിന്റെ കൂടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് എന്ന് അറിയാതെ ഇവൻ ഈ പ്ലാനിന് ഓക്കെ പറയാണ്. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് വളരെ കൊടൂരമായ ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. അതനുസരിച്ച് രാഹുൽ വർക്ക് ചെയ്യുന്ന മിലിറ്ററി ക്യാമ്പിൽ നിന്നും സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് അവൻ അത് രോഹിത്തിന് കൈമാറാണ്. രോഹിത് അത് കോമളിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സ്ലീപ്പിംഗ് പിൽസ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി അനൂപും പാരന്റ്സും കോമളും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കോമൾ എല്ലാവർക്കും വേണ്ടി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം ഈ സ്ലീപ്പിംഗ് പിൽസ് മറ്റു 3 പേർക്കുമുള്ള ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് അവൾ കൊടുക്കുകയാണ്. ഈ ഓറഞ്ച് ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയും ഉറങ്ങാനായിട്ട് പോവാണ്. എന്നാ അനൂപ് കുറച്ചു കുടിച്ചതിന് ശേഷം അവനത് അവിടെ വെക്കാണ്. ബിക്കോസ് അവന് നേരത്തെ കഴിച്ചത് എന്തോ വയറിന് പിടിക്കാതെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ പോയ അവൻ അങ്ങനെയാണ് വൊമിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അനൂപ് മാത്രം കോൺഷ്യസ് ആയിരുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പാക്കി അവൾ രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്തിനെ വിളിച്ചതിന് ശേഷം അവൾ മെയിൻ ഡോർ പോയി തുറന്നു കൊടുക്കുകയാണ്. പിന്നീടാണ് നമുക്ക് ലജ്ജ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ബിക്കോസ് അവൾ അവനെ കൊണ്ട് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയതിനു ശേഷം അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. അടുത്തതായി തങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊലയാണ് എന്നുള്ള കുറ്റബോധം പോലും ഇല്ലാതെ, ഒരു ലജ്ജയും ഇല്ലാതെ കാമവെറി പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് അവർ 2 പേരും അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്ന് അവർ ഉറങ്ങുകയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൾ പോയി നേരത്തെ തയ്യാറാക്കി വെച്ച കയറെടുത്ത് വരികയാണ്. ആ കയറ് കൊണ്ടുവന്ന് അവൾ രോഹിത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൻ അച്ഛന്റെയും അമ്മയുടെയും കൈകൾ കൂട്ടി കെട്ടുകയാണ്. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്ത് അവൻ അച്ഛന്റെ കഴുത്ത് മുറിക്കുകയാണ്. ഈ സമയത്ത് സെമി കോൺഷ്യസ് ആയിട്ടുള്ള അച്ഛൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ വേദന കൊണ്ട് പുലയുകയാണ്. പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവിടെ മരിച്ചു വീഴാണ്. ശേഷം അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മ ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമ്മയുടെ മുഖം പൊത്തിപ്പിടിക്കുകയാണ്. അതിനുശേഷം കഴുത്തറുക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ നിന്നെ അനാഥാലയത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്നത് എന്ന് പോലും ചോദിക്കാനുള്ള അവസരം കൊടുക്കാതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ആ അമ്മയും അവിടെ പിടഞ്ഞു വീഴുകയാണ്. ഒരു മനസാക്ഷിയും ഇല്ലാതെ കുറ്റബോധവും ഇല്ലാതെ അവർ 2 പേരെയും കൊന്ന ശേഷം കോമൾ തന്റെ കൈ കാണിച്ച് കയ്യിൽ കീറാൻ വേണ്ടി രോഹിത്തിനോട് പറയുകയാണ്. അങ്ങനെ അവൻ കത്തിവെച്ച് അവളുടെ കയ്യിൽ 2 കീറലിടുകയാണ്. അതിനുശേഷം അവൻ ചോദിക്കുകയാണ്, നമുക്ക് മേലേക്ക് പോകാമെന്ന് ചോദിച്ച് അവർ 2 പേരും മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയി അനൂപിന്റെ റൂമിന്റെ ഫ്രണ്ടിലെത്തിയ സമയത്ത് അവൻ ചുമക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ട കോമൾ ഞെട്ടിപ്പോവാണ്. കാരണം ഇവൻ മാത്രം എങ്ങനെയാണ് കോൺഷ്യസ് ആയിരിക്കുന്നത്? അങ്ങനെ അവന്റെ റൂമിന്റെ വാതിൽ തുറക്കാതെ കീ ഹോളിലൂടെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവൻ തല പൊത്തിപ്പിടിച്ച് ഇരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് അവൾ ഞെട്ടാണ്. പിന്നീട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം രോഹിത്തിനോട് പോവാൻ വേണ്ടി പറയാണ്. നീ പൊക്കോ, ഏട്ടനെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ അവനെ പറഞ്ഞയച്ച് അവന് പണവും സ്വർണവും എല്ലാം എടുത്തു കൊടുത്ത് അവള് നേരെ അവളുടെ റൂമിലേക്ക് പോവാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം വന്ന് മെയിൻ ഡോറ് തുറന്നിടുകയാണ്. അതിൽ കീ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ പോലീസ് വന്ന് നോക്കിയാ അച്ഛനും അമ്മയും വന്ന് ഡോറ് തുറന്നു കൊടുത്ത പോലെ തോന്നൂ എന്ന് അവള് ഉറപ്പിക്കുകയാണ്. ശേഷം അവൾ അവളുടെ റൂമിൽ പോയിരുന്ന് കുറച്ച് സമയത്തിന് ശേഷം വന്ന് ഈ നാടകം എല്ലാം കളിക്കുകയാണ്. വന്ന് കരഞ്ഞു മുട്ടി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലത്തെ നാടകം പിന്നീടാണ് അരങ്ങേറുന്നത്. ഇവളുടെ കൺഫെഷൻ കേട്ട ശേഷം പോലീസ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവിടെ നിന്നും അവൻ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും അവൻ മോഷ്ടിച്ച സ്വർണവും പണവും എല്ലാം പോലീസ് പിടിച്ചെടുക്കുകയാണ്.
അതിനുശേഷം കൊലപാതകത്തിന് സഹായിച്ച രാഹുലിനെയും അറസ്റ്റ് ചെയ്യുകയാണ്. അവിടെ വന്നതിന് ശേഷമാണ് രാഹുൽ അറിയുന്നത് കോമൾ തന്റെ കൂടെ മാത്രമല്ല തന്റെ അനിയനായിട്ടുള്ള രോഹിത്തിന്റെ കൂടെയും റിലേഷനിലായിരുന്നു എന്ന്. ഈ കേസിനെ പറ്റി അറിഞ്ഞ നോർത്ത് ഇന്ത്യൻസ് മുഴുവനും ഇവളുടെ മനസ്സ് കണ്ട് ആശ്ചര്യച്ച് നിന്ന് പോവുകയാണ്. ഇത്രയും ക്രൂരമായ മനുഷ്യർ ലോകത്തുണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്കുകയാണ്. കാരണം 4 വയസ്സാകുമ്പോൾ ഓർഫനേജിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന അച്ഛനെയും അമ്മയെയും അവൾ ഒരു മനസ്സാക്ഷിയുമില്ലാതെ കൊന്നുകളയുകയാണ്. അതിന്റെ ഒരു തുള്ളി കുറ്റബോധം പോലും അവൾക്കില്ല. ആ 4 വയസ്സിൽ ഗുപ്തയും രാജദേവിയും അവളെ അഡോപ്റ്റ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അവള് അനാഥയായി ചുറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത്രയും നന്ദി കാണിക്കേണ്ട മനുഷ്യരെ ഒരു ദയയുമില്ലാതെ കൊന്നുകളയുകയാണ്. അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം സ്വരൂപിച്ചു വെച്ച പണവും സ്വർണവും എടുക്കാൻ വേണ്ടിയാണ് സ്വന്തം മകളായി വളർത്തിയവരെ അവൾ കൊന്നുകളഞ്ഞത് എന്ന് ആലോചിക്കണം. തന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയോടും സ്നേഹവും ദയവും ഇല്ലാതെ കൊന്നുകളഞ്ഞവൾ, സ്വന്തം കാമുകനോടും ഒരു ലോയാലിറ്റിയും ഇല്ലാതെ കാമവെറി പിടിച്ചവൾ. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഈ കേസ് ഇന്നും കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഗൈസ്, ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കുറ്റവാളി ആരായിരിക്കും എന്ന് നിങ്ങൾ സസ്പെക്ട് ചെയ്തിരുന്നുവെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ അനൂപാണെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇല്ല കോമൾ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിരുന്നെങ്കിലും താഴെ കമന്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് സ്റ്റോറീസ് അറിയാനും കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. സോ താങ്ക് യു ഫ്രണ്ട്സ്.